ഞാനും ജിതിനും തമ്മിലുള്ള അഭിപ്രായമായിരിയ അത് ലക്ഷ്യം ഒന്നാണ്, മാർഗ വ്യത്യാസമുണ്ട്, അത്രേ ഉള്ളൂ. എനിക്കറിയാം ഇന്ന് എന്നെ പൊക്കി പറയുന്ന ആളുകൾ എന്നെ നാളെ താഴ്ത്തി പറയുകയും ചെയ്യും. പക്ഷെ എന്നും ഒരു നിലപാടുള്ള വ്യക്തിയാണ്. എനിക്ക് ശരിയെന്ന് തോന്നിയ സാധനം ഞാൻ ഇനി ലോകം മൊത്തം എതിർത്താലും ഞാൻ ആ ശരിന്റെ കൂടെ നിൽക്കും. ഒന്നാമത് എൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് എനിക്ക് സൈലന്റ് ആയിട്ട് ജീവിക്കാനും അറിയാം, വയലന്റ് ആയിട്ട് ജീവിക്കാനും അറിയാം. ഇപ്പൊ ഞാൻ ലൈന് മാറ്റി സൈലന്റ് ആയിട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. PV അൻവർ ഒരു പാർട്ടി രൂപീകരിക്കുന്നുണ്ടല്ലോ, അതിന്റെ ഒരു ഫ്ലെക്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, കണ്ടിട്ടുണ്ടായിരുന്നോ? അതിന്റെ അർത്ഥം ആ പാർട്ടി ചേർന്നല്ല, ഒരു രാഷ്ട്രീയത്തിലേക്കും തൽക്കാലം ഇല്ല. ഈ മനാഫ് എന്ന് പറയുന്നത് വല്ല കോപ്പിറൈറ്റ് ഉള്ള സാധനമൊന്നുമല്ല. മനാഫിനെ ആർക്കും ഫോട്ടോ ആയിക്കോട്ടെ പേരായിക്കോട്ടെ ആരും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷമുള്ളൂ. എല്ലാ പാർട്ടീസിന്റെ ലക്ഷ്യവും സമൂഹത്തിൽ എന്തെങ്കിലും നല്ല മാറ്റം വരുത്തണം എന്നുള്ളതാണ്. ഒരു നല്ല കാര്യത്തിന് ഇപ്പോൾ ലീഗുകാർ വിളിച്ചാൽ ലീഗുകാരുടെ കൂടെ പോകണം, ഒരു നല്ല കാര്യത്തിന് BJPക്കാർ വിളിച്ചാൽ BJPക്കാർ പോകണം. എനിക്ക് ആരോടും വരാതില്ല, ഞാൻ ആരെയും ഒരു കുറ്റം പറയലും ഇല്ല. മനാഫ് ശിരൂരിലെ മണ്ണിടിച്ചിലില് അർച്ചനൊപ്പം കാണാതായ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നല്ലോ, ജഗന്നാഥനും ലോകേഷനും. നിലവിലിപ്പം അവിടുത്തെ സാഹചര്യം എന്താണ്? അവരുടെ കുടുംബങ്ങളുടെ ഒരു അവസ്ഥ എന്താണ്? ഇപ്പം ഒരു അസ്ഥി കിട്ടിയിട്ടുണ്ട്, ഡഡ്ജർ തിരിച്ചുപോയി. ഇനി കിട്ടിയ അസ്ഥിയാണ് അവരുടെയൊക്കെ അവസാന പ്രതീക്ഷ. അസ്ഥി മനുഷ്യൻ്റെതാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിൻ്റെ DNA ടെസ്റ്റിന് വേണ്ടിയിട്ട് വിട്ടിട്ടുണ്ട്. അത് കുറച്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ വരുള്ളൂ. അത് വന്നു കഴിഞ്ഞാൽ അത് ആരുടെ അസ്ഥിയാണെന്നുള്ള ജഗന്നാഥിൻ്റെയും ലോകേഷിൻ്റെയും ഒക്കെ സാമ്പിൾ എടുത്ത് വെച്ചിരിക്കണേ. അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആരുതാണെന്നുള്ളത്. അവരുമായിട്ടൊക്കെ കോണ്ടാക്ട് ഉള്ളതല്ലേ? ഡെയിലി വിളിയുണ്ടോ? ഞാൻ ആരെ ഫോൺ എടുത്തില്ലെങ്കിലും അവരെ ഫോൺ എടുക്കും. കാരണം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാക്ക് ഓരോടും പറഞ്ഞതാണ്, വാക്ക് കൊടുത്തിട്ടുണ്ട്. ഓരോ ഇതാക്കുന്നുള്ള അത് മിക്കവാറും ഇത് നോക്കട്ടെ, ഇത് നടന്നിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ മുന്നേ പറഞ്ഞ മാതിരി തന്നെ തീർച്ചയായിട്ടും ജഗന്നാഥിന് ലോകേഷിന് തിരയാൻ വേണ്ടിയിട്ട് ഞാനും ഈശ്വർ മൽപ്പയും കൂടി പോകും. വീണ്ടും ശിരൂരിലേക്ക് തന്നെ പോകും. എൻ്റെ കാറൊക്കെ അവിടെ ഉള്ളത്, ഒരു കാർ അവിടെ വെച്ചിരിക്കാൻ. കാരണം പോയാല് ഓർക്കൊരു വിശ്വാസം ഉണ്ടാവണമല്ലോ. നമ്മൾ വാക്ക് എന്ന് പറഞ്ഞാൽ വേർഡ് ഭയങ്കര പവർഫുള്ളാണ്, പറഞ്ഞ വാക്ക് പാലിക്കണം. അതെ. പിന്നെ ഇപ്പം PV അൻവർ ഒരു പാർട്ടി രൂപീകരിക്കുന്നുണ്ടല്ലോ, അപ്പം അതിന്റെ ഒരു ഫ്ലെക്സ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, മനാഫ് കണ്ടിട്ടുണ്ടായിരുന്നോ? രാവിലെ മീഡിയാസ് കാണിച്ചിരുന്നു. നല്ല കാര്യല്ലേ നമ്മളൊരു ഫ്ലെക്സ് ഒരു സ്ഥലത്ത് കാണാൻ അറിയുമ്പോൾ അത് അതിന്റെ അർത്ഥം ആ പാർട്ടി ചേർന്നല്ല, ചേരുന്നില്ല. ഒരു രാഷ്ട്രീയത്തിലേക്കും തൽക്കാലം ഇല്ല, ഒന്നിലേക്കും ഇല്ല. എല്ലാരോടും ഇഷ്ടമാണ്, എല്ലാവരും ഇഷ്ടമാണ്. അത് ഇന്ന ആള് തന്നെ. PV അൻവർ സാറിനെ ഇഷ്ടമാണ്, പിണറായി വിജയനെ ഇഷ്ടമാണ്, കുഞ്ഞാലിക്കുട്ടിനെ ഇഷ്ടമാണ്, VD സതീശനെ ഇഷ്ടമാണ്, KC വേണുഗോപാലിനെ ഇഷ്ടമാണ്. എല്ലാ നേതാക്കന്മാരെയും നമുക്ക് ഇഷ്ടമാണ്. ഇനി ആരെ പേര് വിട്ടു പിന്നെ ഒന്നും വിചാരിക്കരുത്, എല്ലാ നേതാക്കന്മാരെയും ഇഷ്ടമാണ്. കാരണം ഓരൊക്കെ നമ്മളെ നേതാക്കന്മാരല്ലേ, ഞമ്മക്കും വേണ്ടിയിട്ട് നമ്മൾ തിരഞ്ഞെടുത്ത ആളുകളല്ലേ. അതാ പോയിന്റ്. ഞമ്മക്കും വേണ്ടി നമ്മൾ തിരഞ്ഞെടുത്ത ആളുകളാണ്, ഓരോ നമ്മളെ സേവിക്കാനുള്ള ആളുകളാണ്. ഓരോ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുന്നുണ്ട്. മീഡിയാസ് പറഞ്ഞത് വഴിയാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു ഫ്ലെക്സ് വന്നിട്ടുണ്ടെന്നുള്ളത്. നേരിട്ട് കണ്ടിട്ടില്ല? നേരിട്ട് ഞാൻ അങ്ങോട്ട് പോയിട്ടുമില്ല, എന്നെ വിളിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടൊന്നുമില്ല. ഇതിനെപ്പറ്റി ഇങ്ങനെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞിട്ടില്ല. അല്ല, അതിന്റെ കുഴപ്പമൊന്നുമില്ല. ഈ മനാഫ് എന്ന് പറയുന്നത് വല്ല കോപ്പിറൈറ്റ് ഉള്ള സാധനമൊന്നുമല്ല. മനാഫിനെ ആർക്കും ഫോട്ടോ ആയിക്കോട്ടെ പേരായിക്കോട്ടെ ആര് യൂസ് ചെയ്ത് കഴിഞ്ഞാലും സന്തോഷമുള്ളൂ. പിന്നെ ഇപ്പം നിലവിൽ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോവാണ്, പൊതുപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനാണ് തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഷ്ട്രീയമാണ് ഉദ്ദേശമെങ്കിലല്ല, എന്തെങ്കിലും ഞാൻ പൊതുവെ മറ്റുള്ള കാര്യങ്ങളിൽ ഇടപെടണേന് ഇതുവരെ ആരും അറിയില്ലേനും. കാരണം ഈ വിഷയത്തോട് കൂട്ടിയിട്ട് നമ്മളെ ജനശ്രദ്ധയിൽ വന്നതെന്നുള്ളൂ. എനിക്കറിയാം ഇന്ന് എന്നെ പൊക്കി പറയുന്ന ആളുകൾ എന്നെ നാളെ താഴ്ത്തി പറയുകയും ചെയ്യും. പക്ഷെ എന്നും ഒരു നിലപാടുള്ള വ്യക്തിയാണ്. എനിക്ക് ശരിയെന്ന് തോന്നിയ സാധനം
ഞാനിനി ലോകം മൊത്തം എതിർത്താലും ഞാൻ ആ ശരീന്റെ കൂടെ നിൽക്കും. അതിൽ ഒരു സംശയമില്ല. നിലപാട് വേണം മനുഷ്യന്മാർക്കായാലും. ആ നിലപാട് തീർച്ചയായിട്ടും എനിക്ക് നന്നായിട്ടുള്ളതാണ്. അതുകൊണ്ട് ഞാൻ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആര് എന്തെങ്കിലും ഒരു പൊതു പ്രശ്നങ്ങൾ കണ്ട അവിടെ പോവാനും ചെയ്യാനും ഒക്കെ ഞാൻ നിൽക്കും, ചെയ്യും. മുൻപും പൊതുപ്രവർത്തനം നടത്തിയിട്ടുണ്ട്, പാർട്ടിയിലൂടെ അല്ല. മുന്നേ നടത്തിയിട്ടുണ്ട്. പിന്നെ എൻ്റെ ഉള്ളിലുള്ള ബ്ലഡ് ഒരു വലിയ രാഷ്ട്രീയക്കാരൻ്റെ മോനാണ് ഞാൻ. കർണാടകയിൽ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവിൻ്റെ മോനാണ് ഞാൻ. അപ്പൊ എന്തായാലും ബ്ലഡ് അതാണ്. പൊതുപ്രവർത്തനം തന്നെ നമുക്ക്, പക്ഷെ ഞാൻ അങ്ങനെയുള്ള ഒരു ഇത് നടത്തിയിട്ടില്ല. ഞാനിപ്പോ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് നമ്മളെല്ലാവരും നമ്മളതായ ഒരു ചട്ടക്കൂടിന്റെ ഉള്ളിൽ ഒതുങ്ങി ജീവിക്കുന്ന ആളുകളാണ്. ആ ചട്ടക്കൂടിന്റെ ഉള്ളിൽ നിന്ന് ഞാനിപ്പോ പുറത്തിറങ്ങി നോക്കുമ്പോഴാണ് എന്റെ നാട് എത്രത്തോളം മലിനമായിപ്പെട്ടു. അതൊക്കെ ഒന്ന് കുറച്ച് മാറേണ്ടതുണ്ട്. അത് മാറ്റാൻ ശരിക്കും ഞാൻ മാത്രമല്ല സകല മലയാളികളും, ഇനിയിപ്പോ ഇന്ത്യ മൊത്തമാണെങ്കിൽ സകലൊരു നമുക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മൾ ചെയ്യേണ്ട വിഷയങ്ങളുണ്ട്. അത് തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കും. പാർട്ടിയെ കൂട്ടുപിടിച്ചല്ലാതെ മനാഫ്കന്റെ ഒരു പാതയിലൂടെ തന്നെ അങ്ങനെ നമുക്ക് ഈ സ്വതന്ത്രമായി നിൽക്കുമ്പോൾ ഏത് പാർട്ടിയിലും പ്രവർത്തിക്കാമല്ലോ. അതെ, ഒരു നല്ല കാര്യത്തിന് ഇപ്പൊ ലീഗുകാർ വിളിച്ചാൽ ലീഗുകാരെ കൂടെ പോകണം. ഒരു നല്ല കാര്യത്തിന് BJP-ക്കാരെ വിളിച്ചാൽ BJP-ക്കാരെ പോകണം. എനിക്ക് ആരോടും വരാതില്ല. ഞാൻ ആരെയും ഒരു കുറ്റം പറയലും ഇല്ല. കുറ്റം പറയണത് എന്റെ ഒരു ശീല. ഇവരെല്ലാരും ചെയ്യണത് ഇപ്പൊ ഞാനും ജിതിനും തമ്മിലുള്ള അഭിപ്രായമാര്യ. അത് ലക്ഷ്യം ഒന്നാണ്, മാർഗ വ്യത്യാസമുണ്ട്. അതേമാതിരി തന്നെ എല്ലാവരുടെ ലക്ഷ്യവും, എല്ലാ പാർട്ടീസിന്റെ ലക്ഷ്യവും സമൂഹത്തിൽ എന്തെങ്കിലും നല്ല മാറ്റം വരുത്തണം എന്നുള്ളതാണ്. ആ മാറ്റത്തിന് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ മാത്രം എല്ലാ പാർട്ടീസിനും വ്യത്യാസം ഉണ്ട് എന്ന് വിചാരിക്കുന്നുള്ളൂ. അത്രേ ഉള്ളൂ. നല്ല കാര്യമല്ലേ എല്ലാവരും ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ഒരു ഫ്ലെക്സ് വെച്ചതുകൊണ്ട് അങ്ങനെ ഒരു പാർട്ടിയിലോട്ട് പോകുന്നൊന്നുമില്ല. ഇല്ല, നാളെ BJP-ക്കാർക്ക് വെക്കാൻ തോന്നിയാൽ വെച്ചോട്ടെ, സന്തോഷമാണ്. അതിലൊന്നും ഒരു കുഴപ്പമൊന്നുമില്ല. അങ്ങനെ ഒരു പാർട്ടിക്കാരും അങ്ങനെ ഒരു ഫോട്ടോ വെച്ച് ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. കോപ്പിറൈറ്റ് ഇല്ല. എല്ലാരും കൂടെ നിന്നും പ്രവർത്തിക്കും. എല്ലാരും കൂടെ നിന്ന് എല്ലാരും നല്ല കാര്യങ്ങൾ ചെയ്യണമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും മോശമായി ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കണ കൂട്ടത്തിലും നമ്മളുണ്ടാവും, നല്ല ചെയ്യുന്ന ആൾ കൂട്ടത്തിലും നമ്മളുണ്ടാവും. നല്ല കാര്യങ്ങൾക്കൊപ്പം എപ്പോഴും മനാഫ്ക ഉണ്ടാവും. തീർച്ചയായിട്ടും. ഇപ്പം കുറെ ആയിട്ട് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ. അപ്പം ബാക്കി ഈ ലോറി ഡ്രൈവേഴ്സിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അവരെ കാര്യങ്ങളൊപ്പം അന്വേഷിച്ചുകൊണ്ട് ഞാനിപ്പം ഓരോരുത്തരെ വിളിക്കുന്നുണ്ട്, എന്താ സ്ഥിതി, ലോറിയൊക്കെ എടുത്ത് വിറ്റോന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നും അന്വേഷിക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. ഇല്ല. ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യുമ്പോ ആ ഫോക്കസ് നമ്മള് മൈൻഡ് മാറിപ്പോവും ചിലതില്. അതുകൊണ്ട് ഞാൻ ലോറിന്റെ കാര്യം നോക്കാറില്ല, എന്റെ കച്ചവടത്തിന്റെ കാര്യം നോക്കാറില്ല, എന്റെ ഫാമിലിന്റെ കാര്യം പോലും നോക്കാൻ പറ്റിയിട്ടില്ല. എല്ലാ ശ്രദ്ധയും ഒരു സ്ഥലത്തേക്ക്, കാരണം വിഷയം വലുതാ. വിഷയം ചെറുതാണെങ്കിൽ ഇതൊക്കെ നോക്കാം. വിഷയം കുറച്ച് വലുതായതുകൊണ്ട് ഇതിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത്, അല്ലാതെ കഴിച്ചിലാവില്ല. നമ്മൾ ചില കാര്യങ്ങൾ പ്രൊഫഷണൽ ആവണം. നമ്മൾ എന്താണോ ചെയ്യുന്നത്. ഇപ്പൊ നിങ്ങൾ ഉദാഹരണത്തിന് ഇവിടുന്ന് ഇപ്പൊ കോഴിക്കോട് നിങ്ങൾ മംഗലാപുരത്തേക്ക് വാഹനം ഓടിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾ 500 റുപ്യന്റെ ഡീസൽ അടിച്ചാൽ നിങ്ങൾ മംഗലാപുരം എത്തൂല. നിങ്ങൾ ഫുൾ ടാങ്ക് ഡീസൽ അടിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്താവുള്ളൂ. അതേമാതിരി നമ്മളെ ലക്ഷ്യം കുറച്ച് വലുതാവുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ഫോക്കസ് അവിടെ കുറയ്ക്കുക. എവിടെയാണോ നമ്മളെ ലക്ഷ്യം അവിടേക്ക് ഫോക്കസ് ചെയ്യുക. ഇപ്പം കുറെ ദിവസങ്ങൾക്ക് ശേഷം വിളിച്ചപ്പം ഡ്രൈവർമാർ ആരെങ്കിലും പരാതി പറയുക അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിരുന്നു? അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു? അതൊന്നും മൈൻഡ് ചെയ്യാൻ പറ്റിയില്ല. സ്റ്റാഫുകൾ പരാതി പറയാൻ തുടങ്ങിയിരിക്കുന്നു. മതിയെ ഇങ്ങോട്ട് പോരിയെന്ന് പറഞ്ഞിരിക്കണ്. കാരണം തന്നെ ഓർക്ക് കൂടുതൽ ബാധ്യത ആവാണല്ലോ. ഓർക്ക് പേടി ഉണ്ടാവുമല്ലോ. നമ്മൾ ഉണ്ടാവുമ്പോ ഒരു ധൈര്യ, നമ്മളെ അതിലേക്ക് ഇല്ലെങ്കിൽ എന്തായാലും നമ്മൾ ലീഡ് ചെയ്ത് കൊണ്ടുപോകുന്നൊരു. അതെ. പിന്നെ അത് മാത്രല്ല, നമ്മളൊരു ഫ്രണ്ട്ലി അറ്റ്മോസ്ഫിയർ ആണ് നമ്മളെ ജോലിക്കാരായിട്ട്. അപ്പം അതില് അങ്ങനത്തെ ഒരു ഫ്രണ്ട് ഇപ്പൊ അവർക്ക് ഇല്ലാതാവുമ്പോ സ്ട്രെസ് കൂടും. തീർച്ചയായിട്ടും. എന്റെ പണിക്കാരോട് പറയാനുള്ളത്,
കുറച്ച് ദിവസം കൂടി ക്ഷമിക്ക്. അതല്ലേ പറയാൻ കഴിയുള്ളൂ. അവർക്കും കാര്യങ്ങളെല്ലാം മനസ്സിലാവും. അതെ, അങ്ങനെയൊക്കെ. മനാഫ്ഖാന്റെ പൊതുപ്രവർത്തനങ്ങളിൽ അവരും കൂടെ നിൽക്കാറുണ്ടോ? അല്ല, അവർക്ക് അവരുടേതായ രാഷ്ട്രീയവും ചുറ്റുപാടുകളും ഉള്ളതാണ്. പ്രാരാബ്ദമുള്ള ആളുകളായിരിക്കുമല്ലോ. അവർക്ക് ഓരോ കുടുംബം. എനിക്കുള്ളതാണ്. ഞാനും അതില് ടെൻഷൻ വറീഡാണ് ഞാൻ. എന്തെങ്കിലും പറയാറുണ്ട്? അതായത് ഇപ്പൊ മനാഫ്ക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ മനാഫ്ക്ക് അത് ചെയ്ത് ശരിയല്ല, ഒന്നുകൂടെ ആലോചിച്ചിട്ട് ചെയ്യാം, അങ്ങനെ എന്തെങ്കിലും? ശരിയല്ല എന്ന് ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഒന്നാമത് എന്റെ സ്വഭാവം എന്ന് പറയുന്നത് എനിക്ക് സൈലന്റ് ആയിട്ട് ജീവിക്കാനും അറിയാം, വയലന്റ് ആയിട്ട് ജീവിക്കാനും അറിയാം. ഞാൻ വയലന്റ് ആയി പോകുന്നുള്ള പേടിയുള്ള ചുറ്റു ഉള്ള എന്റെ കുടുംബമായിക്കോട്ടെ, സുഹൃത്തുക്കളായിക്കോട്ടെ, എന്റെ ജോലിക്കാരായിക്കോട്ടെ, പേടി എന്താ പറഞ്ഞു കഴിഞ്ഞാല് വയലന്റ് ആയി പോവെന്നുള്ളതാണ്. ഇല്ല, ഇപ്പൊ ഞാന് ലൈന് മാറ്റി സൈലന്റ് ആയിട്ട് പോവാൻ ആഗ്രഹിക്കുന്നത്. നല്ല ശാന്തമായിട്ട് പോവാനാണ് ഇത്. നമ്മളെന്താന്ന് കഴിഞ്ഞാല് ഇതില് വേറെ ഒന്നും ഇല്ലല്ലോ. എന്താ നമ്മളിപ്പോ ജീവിക്കുന്ന ചുറ്റുപാട് ഇങ്ങനെ കുറച്ചൊരു മോശം ചുറ്റുപാടിലാണ് നമ്മളെ മൊത്തം ആളുകൾ ജീവിക്കുന്നത്. ഒരുപാട് ആള് ഫോൺ ചെയ്ത് സങ്കടപ്പെട്ട് കരയണ കാണുമ്പോ ഇവരൊന്നും നോക്കാൻ ആരും ഇല്ലേന്ന് ആലോചിച്ച് നോക്കുന്നത്. അങ്ങനെയല്ല, ഒരു ഇതുണ്ടല്ലോ, ഒരു അമ്മമാരും. എനിക്ക് ഏറ്റവും ഇഷ്ടം അമ്മമാരെയും കുട്ടികളെയും ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അമ്മ എന്ന് പറഞ്ഞ വീടിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ആളാ. അത് എന്റെ അമ്മ ആയിക്കോട്ടെ, അമ്മ ആയിക്കോട്ടെ. ഞാൻ ഒരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഈ വീടിന്റെ ഒരു ബാക്ക് ബോൺ എന്ന് പറയുന്നത് മനാഫ്ഖാന്റെ ഉമ്മയാണ്. അതെ. നമ്മളെ വാപ്പ രാഷ്ട്രീയത്തിൽ പോകുമ്പോ എപ്പോഴും ഉമ്മ ഉപദേശിക്കും, പോകരുതേ എന്നല്ലേ. കാരണം മിസ്സായി പോവും. രാഷ്ട്രീയത്തിൽ പോകാൻ താല്പര്യം ഇല്ലായിട്ടല്ല, താല്പര്യമൊക്കെ ഉണ്ടായി. പക്ഷെ എങ്ങനെ ആയാലും ഉണ്ടാവുമല്ലോ. നമ്മളിപ്പോ ചില ആമകൾ കണ്ടില്ലേ നിങ്ങള് കടലിലെ, അത് ജനിച്ച സ്ഥലത്ത് തന്നെ തിരിച്ചു വരും കേൾക്കില്ലേ? അങ്ങനെ ഒരു ടോക്കുണ്ട്. അതേമാതിരി ഞാൻ ഒരു രാഷ്ട്രീയക്കാരന്റെ മോനാവുമ്പോ, ഞാൻ എന്റെ ഓർമ്മ കച്ച കാലം മുതൽ എന്റെ ഫാദറിനെ കാണുന്നത് എന്റെ വീട്ടിലെ അറ്റ്മോസ്ഫിയർ ഫുൾ ടൈം ജനങ്ങളും ചർച്ചകളും ഇങ്ങനെ കണ്ടു വളർന്ന ആളാണ്. അപ്പൊ എന്തായാലും എന്റെ ഉള്ളിലൊരു ഞാൻ അതിലേക്ക് പോകുന്നുള്ള പേടി എന്റെ ഉമ്മക്ക് ഉണ്ടാവും. ഇപ്പത്തെ സാഹചര്യ പ്രകാരം കാണുമ്പോൾ ഉമ്മ എപ്പോഴും ഇന്നും കൂടി പേടിച്ചത് അതിലേക്കാവുമോ എന്നല്ല. കാരണം എന്താണ്, ഒരു പേഴ്സണൽ ലൈഫ് നഷ്ടപ്പെട്ടു. അതാണ്. അപ്പൊ എന്തായാലും അതിലേക്കൊന്നും ഇല്ല. സ്വസ്ഥമായിട്ട് നമുക്ക് മറ്റേ കമ്മിറ്റ് ചെയ്താല് ഓരോ പ്രാവശ്യം നോക്കി ഫോണുകളോട് ഫോണാ വരിക. ഓരോരുത്തരും കരഞ്ഞ് ഓരോന്ന് പറയും. ഞാനാണെങ്കിൽ സങ്കടം കാണുമ്പോൾ മനസ്സിന് ഭയങ്കര എനിക്കും ബുദ്ധിമുട്ടുള്ളതാണ്. പക്ഷെ എനിക്കൊരാളെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ കഴിയും, ആശ്വാസം കൊടുക്കാൻ കഴിയും. എനിക്ക് അതിനുള്ള കഴിവുണ്ട്. ഇന്നലെയല്ല, എനിക്ക് ആദ്യം അറിയാം. പക്ഷെ ഈ വിളി ഞാനും ആസ്വദിക്കുന്നുണ്ട്. ഒരു ഭാഗത്തുനിന്ന് എന്താന്ന് കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാ, നിസ്സഹായാവസ്ഥ ഉണ്ട്. കാരണം എന്റെ കയ്യിൽ ഒരു പവറും ഇല്ല. ഒരാളെ നമ്മൾ വിളിക്കുമ്പോ അയാളെ വാക്കുകൾ കൊണ്ട് മാത്രമേ ആശ്വസിപ്പിക്കാൻ കഴിയുള്ളൂ. വേറെ ഏതെങ്കിലും രൂപത്തില് ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ മറ്റുള്ള വിഷയത്തിൽ എനിക്ക് അതിനുള്ള ശേഷിയില്ല. അങ്ങനെയാണ് ഇപ്പത്തെ എന്റെ അവസ്ഥ. ഇനിയും പൊതുപ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നു. തീർച്ചയായിട്ടും ഇങ്ങനെയൊക്കെ തന്നെ. ഇവിടെ ഇപ്പൊ 41 കൊല്ലം ഞാൻ ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നു. ഇനി മരണം വരെ ഈ ഭാഗത്ത് കൂടെ ഒക്കെ ഇങ്ങനെയാണ്. ഞാനും ഒരു മൂലക്കൽ ഉണ്ടാവും. അതന്നെ.